1996 ജനുവരി 20 ബ്രസീലിലെ വെർജിന. കാത്തിയ സേവിയർ എന്നൊരു പെൺകുട്ടിയും രണ്ട് സുഹൃത്തുക്കളും കൂടി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു. സാധാരണ അവർ പോകുന്ന വഴിയിലൂടെയല്ല അന്ന് അവർ വീട്ടിലേക്ക് പോയത്, ഒരു എളുപ്പ വഴിയിലാണ്. അങ്ങനെ ആ വഴിയെ പോകുമ്പോഴാണ് അവരത് ശ്രദ്ധിച്ചത്. ആയിരക്കണക്കിന് തേനീച്ചകൾ മൂടുന്ന ഒരു ശബ്ദം. അവർ നിശബ്ദരായി ആ ശബ്ദം ശ്രദ്ധിച്ചു. ശരിയാണ്, തേനീച്ചകൾ മൂടുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അവർ മെല്ലെ മുന്നോട്ടേക്ക് നടന്നു. പക്ഷേ അവർ നടക്കുന്തോറും ആ ശബ്ദം കൂടിക്കൂടി വന്നു. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, ഏതാണ്ട് ഒരു 7 മീറ്റർ മുമ്പിലായി അപരിചിതമായ ഒരു വസ്തു. ചാര നിറത്തിലുള്ള, ചുക്കിച്ചുളഞ്ഞ ചർമ്മമുള്ള, എണ്ണമയമുള്ള ഒരു വസ്തു. അത് അപരിചിതമായ ഒരു ജീവിയാണ് എന്ന് അവർക്ക് മനസ്സിലായി. കണ്ടാൽ തന്നെ അറപ്പ് തോന്നുന്ന ആ ജീവിക്ക് രോമമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് അനക്കവുമില്ലായിരുന്നു. അതിൻ്റെ അടുത്തു നിന്നുമാണ് തേനീച്ചകളുടെ ശബ്ദം വരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. കാത്തി ധൈര്യത്തോടുകൂടി 2 അടി മുന്നോട്ടേക്ക് വെച്ചു. അവർ നടന്നു വരുന്ന ശബ്ദം കേട്ട് പതിയെ ആ ജീവി തിരിഞ്ഞു നോക്കി. ആയിരക്കണക്കിന് തേനീച്ചകളുടെ ശബ്ദത്തോടുകൂടി അവരെ തിരിഞ്ഞു നോക്കിയ ആ ജീവിയുടെ മുഖം കൊണ്ട് അവർ ഭയന്ന് തിരിഞ്ഞോടുകയായിരുന്നു. കറിപ്പോരിൻ ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഓടിക്കതച്ചു വരുന്ന കാത്തിയെയും കൂട്ടുകാരെയുമായിരുന്നു കാത്തിയുടെ അമ്മ അന്ന് കണ്ടത്. ഞങ്ങൾ ചെകുത്താനെ കണ്ടു. അവർ 3 പേരും ഒരേ സ്വരത്തിൽ അമ്മയോട് പറഞ്ഞു. അവർ കണ്ട ആ രൂപത്തെ അമ്മയുടെ മുമ്പിൽ അവർ വർണ്ണിച്ചു. അതിന് ചെറിയ കൈകളായിരുന്നു. അതിൻ്റെ കൈകളിൽ 3 വിരലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ചുവന്ന് തുടുത്ത കണ്ണുകളായിരുന്നു. അത് തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ടായ തേനീച്ചകളുടെ ശബ്ദം ഇപ്പോഴും ഞങ്ങളുടെ ചെവിയിൽ കേൾക്കാം. അതിൻ്റെ ദുർഗന്ധവും. അവർ പറഞ്ഞത് മുഴുവൻ ആ അമ്മ പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് രാത്രി ആ അമ്മയ്ക്കും ഒരനുഭവം ഉണ്ടായി. എന്തോ ശക്തമായ ദുർഗന്ധം അനുഭവപ്പെട്ടാണ് അവർ ആ രാത്രി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരുടെ വീടിന് മുമ്പിലുള്ള നീളമുള്ള പുല്ലുകൾക്കിടയിലൂടെ എന്തോ ഒന്ന് ഓടിപ്പോകുന്നത് അവർ കണ്ടിരുന്നു. അപ്പോഴും അന്തരീക്ഷമാകെ ഒരു ദുർഗന്ധമുണ്ടായിരുന്നു. ആ അമ്മയുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നു, അത് രൂക്ഷമായ അമോണിയത്തിൻ്റെ ഗന്ധമായിരുന്നോ എന്നവർക്ക് സംശയമുണ്ട് എന്ന്. പിറ്റേന്ന് രാവിലെ തലേന്ന് മകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നുവെന്ന് ആ അമ്മ വിശ്വസിച്ചു പോവുകയായിരുന്നു. വീടിന് പുറത്തുള്ള ചെളിയിൽ അവർ ചില കാലടിപ്പാടുകൾ കണ്ടു. അതൊരിക്കലും മനുഷ്യനോട് സാമ്യമുള്ള കാലടിപ്പാടുകളായിരുന്നില്ല. അതിന് 3 വിരലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അന്തരീക്ഷത്തിൽ രൂക്ഷമായ അമോണിയത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ആ കാലടിപ്പാടുകൾ വീടിന് മുന്നിലുള്ള വാതിൽ വരെ നടന്നു വന്നതിൻ്റെ അടയാളങ്ങളും അവർക്ക് കാണാമായിരുന്നു. യുറീക്കോ റോഡ്രിഗസ് എന്ന വ്യക്തിക്കും കുടുംബത്തിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് സമാനമായ അനുഭവമുണ്ടായിരുന്നു. പുലർച്ചെ ഒരു 1:30 മണിക്ക് വീട്ടുമുറ്റത്തുള്ള പശുക്കൾ അലറി വിളിക്കുന്ന ശബ്ദം കേട്ടാണ് അവർ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നത്. അവർ കണ്ടത് തൊഴുത്തിൽ എന്തിനെയോ ഭയന്ന് പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന കാഴ്ചയാണ്. എന്തിനെയാണ് പശുക്കൾ ഇങ്ങനെ ഭയക്കുന്നത് അവർ ചിന്തിച്ചു. അപ്പോഴാണ് അവർ മെല്ലെ മുകളിലേക്ക് നോക്കുന്നത്. അവിടെ അവർ കണ്ടു അജ്ഞാതമായ ഒരു വസ്തു വായുവിൽ നിൽക്കുന്നത്. ഒരു വലിയ സിഗരറ്റ് പോലെ. ഏതാണ്ട് ഒരു സ്കൂൾ ബസ്സിൻ്റെ വലുപ്പമുണ്ടായിരുന്നു അതിന് എന്ന് അവർ പറയുന്നു. ആ വസ്തുവിൽ നിന്നും വെളുത്ത പുക പുറത്തേക്ക് പോകുന്നതായി അദ്ദേഹം കണ്ടിരുന്നു. എന്നാൽ അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് അതിന് ശബ്ദമുണ്ടായിരുന്നില്ല എന്നതാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം അത് അവിടെ തന്നെ നിന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, മറ്റു പലരും ഇതേ വസ്തുവിനെ ആ രാത്രി കണ്ടിരുന്നു. അതിലൊരാളാണ് കാർലോസ് ഡിസൂസ എന്ന കർഷകൻ. എയർപോർട്ടിലേക്കുള്ള തൻ്റെ യാത്രയിൽ എന്തോ ഒരു ശബ്ദം കേട്ടാണ് അദ്ദേഹം വാഹനത്തിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത്. ഏതാനും മീറ്റർ ഉയരത്തിൽ ഒരു സിഗാർ ഷേപ്പിലുള്ള വലിയ വസ്തു അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് അദ്ദേഹം കണ്ടിരുന്നു. അതിൽ നിന്നും വെളുത്ത പുകയും പുറത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം പറയുന്നു, അതൊരു വാഹനമാകാം എന്ന്. അങ്ങനെ തോന്നാനുള്ള കാരണം ഒരു വിമാനത്തെ പോലെ അതിൻ്റെ ഇരുവശത്തും ജാലകങ്ങളുണ്ടായിരുന്നത്രേ. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ആ വസ്തുവിൽ നിന്നും വെളുത്ത പുക മാത്രമല്ല, പല ഭാഗത്തു നിന്നും വെളുപ്പും കറുപ്പും ചേർന്നുള്ള പുകയും പുറത്തേക്ക് വന്നിരുന്നത്രേ. ഏതാണ്ട് ഒരു വിമാനം തകർന്ന് താഴേക്ക് വീഴുന്നത് പോലെ. അങ്ങനെ തന്നെ ആയിരുന്നത്രേ അത് സഞ്ചരിച്ചത്. ഒരു വിമാനം തകർന്ന് താഴേക്ക് പതിക്കുന്നത് പോലെ അതിവേഗത്തിൽ മുകളിൽ നിന്നും താഴേക്കായിരുന്നത്രേ
ആ വാഹനം സഞ്ചരിച്ചത്. അത് തൊട്ടപ്പുറത്തുള്ള മലയ്ക്കപ്പുറത്തേക്ക് മറയുകയും ചെയ്തു. ഈ വാദത്തോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നു കൂടി സംഭവിച്ചിട്ടുണ്ട്. ജനുവരി 13, 1996 നോർത്ത് അമേരിക്കൻ എയർ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബ്രസീലിയൻ എയർ ഡിഫൻസിന് ഒരു സന്ദേശം ലഭിച്ചു. വെർജിന ഭാഗത്ത് വെച്ച് എന്തെങ്കിലും വിമാനാപകടം സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. ആ ഭാഗത്തുകൂടെ എന്തോ ഒരു അൺഐഡൻറ്റിഫൈഡ് വസ്തു സഞ്ചരിച്ചതായും അത് ആ ഭാഗത്തെവിടെയോ തകർന്നു വീണതായും അവർ ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ അങ്ങനൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇല്ല എന്ന് ബ്രസീലിയൻ എയർ ഡിഫൻസ് മറുപടി അയച്ചു. എങ്കിലും ഒന്ന് ചെന്ന് അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു. ഇനി അഥവാ അങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ വന്നെത്തുന്നതിന് മുമ്പ് എത്തിച്ചേരണമെന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ അവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അങ്ങനെ ഒരു അപകടം നടന്നതിൻ്റെ തെളിവുകളൊന്നും തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ രംഗത്ത് വന്നത് ഏതോ ഒരു അജ്ഞാത വസ്തു തകർന്നു വീഴുന്നത് നേരിട്ട് കണ്ടു എന്ന് അവകാശപ്പെടുന്ന സാക്ഷികളായിരുന്നു. പലയിടങ്ങളിലും അജ്ഞാത ജീവിയെ കണ്ടു എന്ന റിപ്പോർട്ടുകൾ വന്നതോടുകൂടി അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ എറിക്, മാർക്കോ എന്നിങ്ങനെ 2 മിലിറ്ററി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ഒരു ദിവസം രാത്രി അവർ വാഹനത്തിൽ സഞ്ചരിക്കെ അവർക്ക് മുമ്പിൽ അജ്ഞാത ജീവി പ്രത്യക്ഷപ്പെട്ടു. റോഡിൻ്റെ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന രീതിയിലായിരുന്നു അവർ ആ ജീവിയെ കണ്ടത്. എന്തോ വലിയ അപകടത്തിൽ പരിക്ക് പറ്റിയതുപോലെ. ഉടൻ തന്നെ ജീപ്പിൽ നിന്നും പുറത്തിറങ്ങിയ അവർ ആ ജീവിയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തും മുമ്പേ അത് മരണപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ നിന്നും ആ ജീവിയെ പിന്നീട് കാണാതാവുകയും ചെയ്തു. എന്നാൽ ജീവിയെ എടുത്ത് വാഹനത്തിലേക്ക് കയറ്റിയ മാർക്കോ എന്ന പട്ടാളക്കാരന് പിന്നീട് എന്തൊക്കെയോ അസ്വസ്ഥതകൾ ആരംഭിച്ചു. അയാളിൽ നിന്നും രൂക്ഷമായ അമോണിയത്തിൻ്റെ ഗന്ധം പുറത്തു വരാൻ തുടങ്ങി. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പോലും അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായില്ല. ദിവസങ്ങൾക്കുള്ളിൽ ആ 23-കാരൻ മരണപ്പെടുകയും ചെയ്തു. തുടർന്നും അത്തരം ജീവികളെ പലയിടങ്ങളിലും കണ്ടതായി ആളുകൾ റിപ്പോർട്ട് ചെയ്തു. അതിലൊരെണ്ണം പിടിക്കപ്പെട്ടതായും സാക്ഷികൾ പറയുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ട് ആ ഇടം പട്ടാളക്കാരെ കൊണ്ട് നിറഞ്ഞുവെന്നും ജനങ്ങളിലേക്ക് ഒരറിവും എത്താത്ത തരത്തിൽ അതിനെ അവിടെ നിന്നും കൊണ്ടുപോയതായും പറയപ്പെടുന്നു. പട്ടാളക്കാരുടെ കയ്യിൽ 2 കറുത്ത കവറുകൾ ഉണ്ടായിരുന്നു എന്നും അതിലൊന്നിൽ ജീവനുള്ള എന്തിനെയോ ആയിരുന്നു കൊണ്ടുപോയത് എന്നും കണ്ടവരുണ്ട്. ശേഷം അമേരിക്കൻ മിലിറ്ററി വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയായിരുന്നു. എന്തോ വലിയ രഹസ്യം മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. ദിവസങ്ങൾക്ക് ശേഷം കറുത്ത യൂണിഫോം അണിഞ്ഞ 4 പേർ കാത്തിയുടെ വീട്ടിലേക്ക് വന്നതായി കാത്തിയുടെ അമ്മ പറയുന്നു. അവരുടെ കയ്യിൽ ഒരു കൂട്ടം ഡോക്യുമെൻറ്റുകളും ഒരു വലിയ പെട്ടി നിറയെ പണവും ഉണ്ടായിരുന്നു അത്രേ. അവരുടെ ആവശ്യം ഇത്രമാത്രമായിരുന്നു. കാത്തിയും കൂട്ടുകാരും കണ്ട കാഴ്ച വെറും കെട്ടിച്ചമച്ചതായിരുന്നു എന്നും അങ്ങനൊരു കാഴ്ച അവർ കണ്ടിട്ടില്ലായിരുന്നു എന്നും ചുറ്റുമുള്ളവരെ ബോധിപ്പിക്കണമത്രേ. അതിനെ എതിർത്ത അമ്മയെ അവർ ഭീഷണിപ്പെടുത്തിയതായും പറയപ്പെടുന്നു. യുറീക്കോ റോഡ്രിഗസിനും കാർലോസിനും ഇതേ അനുഭവം ഉണ്ടായതായി അവർ പറയുന്നു. തങ്ങൾ നേരിട്ട് കണ്ട കാഴ്ച ഒരാളോട് പോലും തുറന്നു പറയരുത് എന്നും അഥവാ അത് സംഭവിച്ചാൽ അവർക്കും അവരുടെ കുടുംബത്തിനും ജീവൻ നഷ്ടമാകുമെന്നും അവർ താക്കീത് നൽകിയത്രേ. സംഭവം നടന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ലോകമറിയുന്നത്. ഇത്രയും കാലം അവരത് മറച്ചു പിടിച്ചത് ഭയം കൊണ്ടായിരുന്നു എന്ന്. ഒരുപക്ഷെ റോസ്വെൽ ഇൻസിഡൻറ്റ് പോലെ തന്നെ കാണപ്പെടേണ്ട ഒന്നായിരുന്നു വെർജിന ഇൻസിഡൻറ്റ്. എന്നാൽ അങ്ങനെ സംഭവിക്കാതെ പോയതിന് പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് കാലങ്ങൾക്ക് മുമ്പേ ഇങ്ങനൊന്ന് സംഭവിച്ചിരുന്നു എന്ന കേട്ടുകേൾവിയിൽ ഒരു TV ചാനൽ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് കാത്തിയെക്കുറിച്ചും കാത്തിയുടെ കൂട്ടുകാരെക്കുറിച്ചും അറിയുന്നത്. എന്നാൽ അവർ കണ്ട അനുഭവങ്ങൾ തുറന്നു പറയണമെങ്കിൽ അവർക്ക് പണം വേണമെന്ന് അവർ TV ചാനലിനോട് ആവശ്യപ്പെട്ടതായും TV ചാനൽ പറയുന്നു. ഓരോരുത്തർ പറഞ്ഞ അനുഭവങ്ങൾ എപ്പിസോഡുകളായി വന്നപ്പോൾ സാക്ഷികളുടെ എണ്ണം കൂടിയതായും ചാനൽ പറയുന്നു. ഇതിനെ ഡീബങ്ക് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയ ചിലർക്ക് മനസ്സിലായ ഒരു കാര്യം, കാത്തിയും കൂട്ടുകാരും അന്ന് കണ്ട് ഭയന്നത് ചിലപ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന മാനസിക രോഗിയായ ഒരു ഭിക്ഷക്കാരനെ ആയിരിക്കാം എന്നാണ്. പലപ്പോഴും അയാൾ ചേറിലും ചെളിയിലും ഉരുണ്ടും മറിയുമായിരുന്നു. അങ്ങനെ കണ്ട ഒരു കാഴ്ചയായിരിക്കാം ചെകുത്താൻ എന്ന് പറഞ്ഞ് കാത്തിയും കൂട്ടുകാരും ഭയന്നത് എന്ന്. അജ്ഞാത ജീവിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അജ്ഞാത മരണം നേടിയ പട്ടാളക്കാരൻ്റെ കഥയിലും മറ്റൊരു വേർഷനുണ്ട്. പട്ടാളക്കാരൻ മരണപ്പെട്ടു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതിന് പിന്നിൽ അജ്ഞാതമായ ഒരു കാരണമൊന്നുമായിരുന്നില്ല. മരണപ്പെട്ട പട്ടാളക്കാരൻ്റെ ചിത്രവുമായി അദ്ദേഹത്തിൻ്റെ സഹോദരി ചാനലുമായി ബന്ധപ്പെട്ടിരുന്നു. പണം നൽകിയാൽ പട്ടാളക്കാരനുണ്ടായ അനുഭവം പറയാമെന്നും അവർ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ സൃഷ്ടിച്ചെടുത്ത ഒരു കഥയായിരുന്നത്രേ മാർക്കോയുടെ അജ്ഞാത മരണം. അങ്ങനെ പറയാനും ഒരു കാരണമുണ്ട്, കൃത്യമായ തെളിവുകളുണ്ട് അതിന്.
സഹോദരി പറഞ്ഞ കഥയിൽ പട്ടാളക്കാരൻ ആ സമയത്ത് ജോലി ചെയ്തിരുന്നത് വെർജിനയിലായിരുന്നു. അതും അജ്ഞാത ജീവിയെ പിടിക്കാനുള്ള ജോലി. എന്നാൽ ആ സമയത്ത് മാർക്കോ ജോലി ചെയ്തിരുന്നത് വെർജിനയിലായിരുന്നില്ല എന്ന് മിലിറ്ററി റിപ്പോർട്ടുകൾ പറയുന്നു. ഫിസിക്കൽ പ്രൂഫില്ലാത്ത എല്ലാം കള്ളമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷെ തീയില്ലാതെ പുകയുണ്ടാകുമോ എന്ന് ചോദിക്കുന്നവർക്ക് പറയാൻ തക്ക നല്ല രസമുള്ള ഒരു ഏലിയൻ കഥയാണ് വെർജിന ഇൻസിഡൻറ്റ്. സത്യമാണോ കള്ളമാണോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കാത്തതാണ് എങ്കിലും ബ്രസീലിൻ്റെ റോസ്വെൽ ഇൻസിഡൻറ്റ് എന്ന് പറയാൻ തക്ക നല്ല രസമുള്ള ഒരു കഥ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.